ഒരു സാധു മനുഷ്യനെ കൊല്ലാൻ കൂട്ടുനിന്നിട്ട് കളക്ടർ കസേരയിൽ ഞെളിഞ്ഞിരിക്കാനും ഒന്നും അറിയാത്തവനെ പോലെ മാപ്പ് ചോദിക്കാനും തലയുയർത്തി നിൽക്കാനും അരുൺ കെ വിജയനെ കൊണ്ടായെങ്കിൽ ഉറപ്പിച്ചോളൂ, അയാളെ പോലൊരു കൂട്ടത്തിലെ ചെന്നായ മറ്റാരുമില്ല. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ 536 പേജുകളുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് കള്ളൻ കപ്പലിൽ തന്നെയെന്ന സത്യം മനസ്സിലാക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പി ദിവ്യ നൽകിയ മൊഴിയാണ് ആ റിപ്പോർട്ടിന്റെ പ്രധാന ഭാഗം. തന്നെ കളക്ടർ ക്ഷണിച്ചിട്ടാണ് വന്നത് എന്ന് ദിവ്യ പറയുമ്പോൾ ക്ഷണിക്കപ്പെടാതെ എത്തിയ അതിഥി എന്ന ദിവ്യയുടെ ചീത്തപ്പേര് മായുകയും താൻ വിളിച്ചിട്ടില്ല എന്ന കളക്ടറുടെ കളവും പൊളിയുകയാണ്. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ യാത്രയപ്പിന് തൊട്ടു മുൻപ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ദിവ്യയുടെ ഫോണിൽ നിന്നും 4 തവണയാണ് കളക്ടറെ വിളിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതോടുകൂടി തെളിയുന്നത് വലിയൊരു ഗൂഢാലോചന കൂടിയാണ്. ചടങ്ങ് തുടങ്ങിയോ എന്നറിയാൻ ദിവ്യ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് കളക്ടറുടെ CA വിളിച്ചു എന്നാണ് റിപ്പോർട്ട്. കളക്ടറും ദിവ്യയെ കൈവിട്ടു എന്നതാണ് റിപ്പോർട്ടിലെ യാഥാർത്ഥ്യം. എല്ലാ പ്രശ്നത്തിനും ഉത്തരവാദി ദിവ്യ മാത്രമാണെന്ന് കളക്ടർ മൊഴി നൽകി. മറ്റൊരു പരിപാടിയിലായതുകൊണ്ട് തന്നെ വൈകിയാലും ചടങ്ങിനെത്തുമെന്ന് 3:13 ദിവ്യ കളക്ടറെ വിളിച്ചറിയിച്ചു. അപ്പോൾ വരെ താൻ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് കളക്ടറുടെ മൊഴി. റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയത് അതായത് എല്ലാം മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ദിവ്യ എത്തിയത് എന്ന് വ്യക്തം. തൽക്കാലം ഈ റിപ്പോർട്ടിൽ ദിവ്യ പ്രതികരണം നടത്തിയിട്ടില്ല. നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യ എന്ന് പോലീസ് പറയുന്നുണ്ട്. കൊലപാതകമെന്ന് വിശ്വസിക്കുന്നതാണ് കുടുംബം. ഏതായാലും നവീൻ ബാബു എന്ന പച്ചയായ മനുഷ്യനെ മരണത്തിന് എറിഞ്ഞുകൊടുത്തത് ആസൂത്രിത നീക്കത്തിന്റെ ഫലമാണെന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. വഴിയെ പോകുന്നതിനിടയിലാണ് യാത്രയപ്പ് നടക്കുന്നുണ്ടെന്ന് മനസ്സിലായതെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ചടങ്ങിൽ ദിവ്യയുടെ പ്രസംഗം. ഈ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് റിപ്പോർട്ടിലെ വിവരങ്ങൾ. കളക്ടറോ കളക്ടറേറ്റിലെ ഏതെങ്കിലും ജീവനക്കാരെയോ ദിവ്യ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിനും തെളിവൊന്നുമില്ല. യാത്രയപ്പ് അനൌദ്യോഗിക ചടങ്ങായതിനാൽ ജീവനക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിച്ചിട്ടുണ്ടെന്ന് മാത്രമാണ് സ്റ്റാഫ് സെക്രട്ടറിയുടെ മൊഴി. ഇതും ദിവ്യയെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുന്നത് തന്നെ. അതായത് നവീൻ ബാബുവിനെ അപമാനിക്കാനുള്ള ബോധപൂർവ ശ്രമം ചിലരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് സൂചന. കളക്ടറും നവീൻ ബാബുവുമായി നല്ല ബന്ധത്തിലായിരുന്നില്ല എന്നതും ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം. അവധി നൽകുന്നതിലടക്കം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ADMന്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് മൊഴിയായിട്ട് നൽകിയിട്ടുമുണ്ട്. പത്തനംതിട്ടയിലെ സ്ഥലം മാറ്റം വൈകിപ്പിച്ചാലും ശ്രമമുണ്ടായി. എന്നാൽ പെട്രോൾ പമ്പ് ഇടപാടിൽ പ്രശ്നമുണ്ടെന്ന് തന്നോട് പറഞ്ഞു എന്നാണ് കളക്ടറിന്റെ മൊഴി. തെറ്റുപറ്റിയെന്ന് പറഞ്ഞു എന്ന വിശദീകരണ കുറിപ്പിലും പറയുന്നുണ്ട്. എന്നാൽ ഇതിനൊന്നും യാതൊരു തെളിവുകളും ഇപ്പോൾ നിലവിലില്ല. അന്വേഷണ റിപ്പോർട്ടിൽ അഴിമതിക്ക് തെളിവില്ല എന്ന് പറയുന്നുമുണ്ട്. അതായത് നവീൻ ബാബു പറഞ്ഞതായി കളക്ടർ വിശദീകരിക്കുന്നതെല്ലാം പച്ചക്കള്ളം തന്നെ. ഇവിടെ ദിവ്യയെ രക്ഷിച്ചെടുക്കുവാനും കളക്ടറുടെ ശ്രമവും തെളിയുകയാണ്. യാത്രയപ്പ് ദിവസം രാവിലെ 10:45 ജില്ലാ ആസൂത്രണ ഓഫീസിൽ നടന്ന ഐക്യദാർഢ്യ പക്ഷാചാരണ ചടങ്ങിൽ കളക്ടറും ദിവ്യയും പങ്കെടുത്തിരുന്നു. പെട്രോൾ പമ്പിനുള്ള NOC നവീൻ ബാബു ബോധപൂർവം വൈകിപ്പിക്കുന്നതായിട്ടും വിവരം ലഭിച്ചിട്ടുണ്ടെന്നും കളക്ടറോട് ദിവ്യ പറഞ്ഞു. രേഖാമൂലം പരാതിയോ തെളിവോ ഉണ്ടെങ്കിൽ നൽകാൻ കളക്ടറും പറഞ്ഞു. കൈവശം തെളിവിലായെന്നും പരാതിക്കാരനോട് ചോദിക്കട്ടെ എന്നും ദിവ്യ പറഞ്ഞിരുന്നു. ചടങ്ങിനെത്തിയ ദിവ്യ ആദ്യം സംസാരിക്കാൻ വിസമ്മതിച്ചു. പിന്നീട് ഉപഹാര സമർപ്പണത്തിന് തൊട്ടു മുൻപ് മൈക്ക് ഓണാക്കി പ്രസംഗിച്ചു. അതിനുശേഷം ഉടൻ സ്ഥലം വിട്ടു. അവരുടെ വാക്കുകൾ കേട്ട് നവീൻ ബാബു വളരെ ദുഃഖിതനായി കാണപ്പെട്ടു. പരിപാടി ചിത്രീകരിക്കാൻ ആവശ്യപ്പെട്ടതും വീഡിയോ കൈപ്പറ്റിയതും ദിവ്യയാണെന്നും സ്വകാര്യ ചാനൽ പ്രതിനിധികളും മൊഴിയും പുറത്തു വരുന്നുണ്ട്. നവീൻ ബാബുവിന്റെ മരണം അന്വേഷിച്ച പോലീസ് കുറ്റപത്രം സമർപ്പിക്കാനിരിക്കവെയാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസം നവീൻ ബാബുവിന്റെ മരണത്തിൽ കളക്ടർക്ക് നിർണായക പങ്കുണ്ടെന്നും നവീൻ ബാബുവിന്റെ ഒരു ബന്ധു ആരോപിച്ചിരുന്നു. സംഭവത്തെക്കുറിച്ച് പരിശോധിക്കാൻ നിയോഗിച്ച ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ട് ദിവ്യയ്ക്കും കളക്ടർക്കും അക്ഷരാർത്ഥത്തിൽ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. നവീൻ ബാബുവിനെ അപമാനിക്കാൻ മുൻകൂട്ടി തീരുമാനിച്ച ദിവ്യ യാത്രയപ്പ് ചടങ്ങിന് ക്ഷണമില്ലാതെ എത്തിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീതയുടെ റിപ്പോർട്ടിൽ ദിവ്യക്കെതിരെയുള്ള മൊഴികളടക്കം പരാമർശിക്കുന്നുണ്ട്. യാത്രയപ്പ് ചടങ്ങിലേക്ക് യാദൃച്ഛികമായി ദിവ്യ വന്നതാണെന്ന വാദം തള്ളുന്നതാണ് ഈ മൊഴികൾ. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല. പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതിൽ കാലതാമസം വരുത്തിയതായി കണ്ടെത്താനായില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചടങ്ങിന്റെ വീഡിയോ ചിത്രീകരിക്കുന്നതിന് മുൻകൈ എടുത്തത് ദിവ്യയാണെന്നും മൊഴി റിപ്പോർട്ടിലുണ്ട്.
ചടങ്ങിന് മുൻപും ദിവ്യയുടെ സഹായി 4 വട്ടം കളക്ടറുടെ സ്റ്റാഫിനെ വിളിച്ചു. പരിപാടിയിൽ ചിത്രീകരിക്കാൻ ആവശ്യപ്പെട്ടതും വീഡിയോ കൈപ്പറ്റിയതും ദിവ്യയാണെന്നും കണ്ണൂർ വിഷൻ പ്രതിനിധികൾ മൊഴി നൽകിയിട്ടുണ്ട്. വീഡിയോ പ്രതിനിധിയായ ആളുമായി യോഗത്തിന് ശേഷം ദിവ്യ സംസാരിച്ചു എന്നും ഇവർ മൊഴിയും നൽകി. ദിവ്യ യാത്രയപ്പ് യോഗത്തിന് ഔദ്യോഗികമായി ക്ഷണിച്ചതിന് തെളിവില്ല എന്നും അന്വേഷണ റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നു. ദൃശ്യങ്ങളിൽ നിന്നും നവീൻ ബാബുവിന് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന വ്യക്തമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൂടാതെ കളക്ടറിന്റെ വിളിയാണ് ദിവ്യ അവിടെ എത്താനുള്ള പ്രധാന കാരണമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുകയാണ്.